കല്ലിൽ തീർത്ത മഹാവിസ്മയം. 1000 വർഷങ്ങൾ പഴക്കം ചെന്ന 103 വർഷത്തെ നിർമ്മാണ പ്രക്രിയ. 3 തലമുറകളുടെ അക്ഷീണ പ്രയത്നം. നമുക്കറിയാവുന്നത് താജ്മഹൽ മാത്രം. അവിടെ ചരിത്രം പരാജയപ്പെടുന്നു. സമാനതകളില്ലാത്ത ശില്പവിസ്മയങ്ങളിലേക്ക്. കർണാടകയിലെ ക്ഷേത്രങ്ങളും അവയുടെ വാസ്തുവിദ്യകളും അന്വേഷിച്ചിറങ്ങിയാൽ അത്ര പെട്ടെന്ന് തിരികെ വരാൻ സാധിക്കില്ല. ഓരോ നോക്കിലും വീണ്ടും വീണ്ടും അത്ഭുതപ്പെടുത്തുന്ന ക്ഷേത്രങ്ങളും അവയുടെ നിർമ്മാണ രഹസ്യങ്ങളും അറിയുവാൻ തന്നെ നാളുകളെടുക്കും. ശത്രുക്കൾ എത്ര തന്നെ ആക്രമിച്ചിട്ടും ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്നും അടർന്നു പോകാതെ ഒരു അധ്യായമായി നിലനിൽക്കുന്ന ഹൊയ്സാല ക്ഷേത്രത്തിൽ നിന്നും എത്തിച്ചേർന്നത് വർണ്ണനകൾക്കതീതമായ മറ്റൊരു മഹാത്ഭുതത്തിലേക്ക്. കർണാടകയിലെ ഹസനിൽ നിന്നും 38 കിലോമീറ്റർ അകലെ യാഗച്ചി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബേലൂർ ലോകപ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഹൊയ്സാല സൃഷ്ടിയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നായ ചന്നകേശവ ക്ഷേത്രമാണ് ബേലൂർ എന്ന ഈ നഗരം പ്രശസ്തമാക്കിയത്. ചെന്ന എന്നാൽ കന്നഡ ഭാഷയിൽ സുന്ദരമായത്, അതിമനോഹരം, ഭംഗിയുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. കന്നഡയിൽ വളരെ സാധാരണമായി ഉപയോഗിക്കുന്ന വാക്കാണിത്. ഭംഗിയുള്ളതിനെയും അതിമനോഹരമായതിനെയും ഒക്കെ ഈ വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്. ഇവിടുത്തെ അതിമനോഹരമായ വിഷ്ണു പ്രതിമയിൽ നിന്നാണ് ക്ഷേത്രത്തിന് ചെന്നകേശവ ക്ഷേത്രം എന്ന പേര് ലഭിക്കുന്നത്. ഐഹോളയും ഹംപിയും ബദാമിയും പട്ടടക്കലും ശൃംഗേരി മഠവും പിന്നെ അത്ര പ്രശസ്തമല്ലാത്ത നൂറുകണക്കിന് ക്ഷേത്രങ്ങളും കർണാടകയുടെ ഇന്നലകളിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. അത്തരത്തിൽ ഒരു ക്ഷേത്രമാണ് ബേളൂരിലെ ചെന്നകേശവ ക്ഷേത്രം. അമ്പരപ്പിക്കുന്ന രീതിയിൽ കൊത്തുപണികളാൽ സമ്പന്നമായ ചെന്നകേശവ ക്ഷേത്രം വിശ്വാസിയോ ചരിത്രകാരനോ അല്ലെങ്കിൽ പോലും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ്. കാലത്തെ അതിജീവിച്ച് ഇന്നലകളുടെ അപൂർവ സമ്പത്തുമായി തലയുയർത്തി നിൽക്കുന്ന ചെന്നകേശവ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിലേക്ക്. ചെന്നകേശവ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിലാകുവാൻ 1 നൂറ്റാണ്ടിലധികം സമയമെടുത്തു. കൃത്യമായി പറഞ്ഞാൽ 103 വർഷങ്ങളാണ് ചെന്നകേശവ ക്ഷേത്ര നിർമ്മാണത്തിനായി ചെലവഴിച്ചത്. 3 തലമുറകളാണ് ക്ഷേത്ര നിർമ്മാണ കാലഘട്ടത്തിൽ കടന്നുപോയത്. നിർമ്മാണത്തിനിടെ ക്ഷേത്രം പലതവണ അക്രമങ്ങൾക്കും കൊള്ളയടികൾക്കും വിധേയമാവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഓരോ തവണയും കൃത്യമായ ക്ഷേത്രം പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട്. വിഷ്ണുവിനായാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഹൊയ്സാല രാജവംശത്തിൻ്റെ കലയും സംസ്കാരവും കൃത്യമായി അടയാളപ്പെടുത്തിയിരിക്കുന്ന മഹത്തായ നിർമ്മിതിയാണിത്. ഓരോ കോണിലും എന്തെങ്കിലുമൊക്കെ വിസ്മയം ചെന്നകേശവ ക്ഷേത്രത്തിൽ കാണാം. അതിൽ ഏറ്റവും ആകർഷണം ക്ഷേത്ര കവാടത്തിൽ തന്നെ കൊത്തിയിരിക്കുന്ന വലിയ 2 ആനകളുടെ രൂപമാണ്. നിർമ്മാണത്തിലെ പലതരം അത്ഭുതങ്ങൾ ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാമെങ്കിലും അതിലേറ്റവും വ്യത്യസ്തമായി നിൽക്കുന്നത് ഇവിടുത്തെ ഗ്രാവിറ്റി പില്ലർ എന്ന തൂണാണ്. 43 അടിയും 15 ടൺ ഭാരവുമുള്ള ഒറ്റക്കല്ലിലുള്ള സ്തംഭാകൃതിയിലുള്ള തൂണിൻ്റെ നടുഭാഗം മാത്രമേ നിലത്ത് സ്പർശിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഒരു ഭാഗം നിലത്ത് സ്പർശിക്കാത്ത രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗുരുത്വാകർഷണം ഒറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല പ്രത്യേകതയുള്ളൊരു ഘടനയാണ് ഇതിൻ്റെ നിർമ്മാണത്തിനായി സ്വീകരിച്ചിരിക്കുന്നത്. ഏറ്റവും താഴെ ശക്തരായ ആനകൾ, അതിന് തൊട്ടുമുകളിൽ സൂചിപ്പിക്കുന്നതിനായി സിംഹങ്ങൾ, അതുകഴിഞ്ഞ് വേഗതയുടെ പര്യായമായി കുതിരകൾ, വള്ളിപ്പടർപ്പുകൾ, പൂക്കൾ എന്നിങ്ങനെയാണ് ഗ്രാവിറ്റി പില്ലറിൽ ചിത്രപ്പണികൾ നടത്തിയിരിക്കുന്നത്. ഹൊയ്സാല ചക്രവർത്തിയായ വിഷ്ണുവർദ്ധനാണ് 12-ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. 1117 തലക്കാട് യുദ്ധത്തിൽ ചോളന്മാരെ തോൽപ്പിച്ചതിൻ്റെ ആഹ്ലാദമായി നിർമ്മിച്ച ഈ ക്ഷേത്രം ഹൊയ്സാലയുടെ ചരിത്രത്തിൽ നിന്നും ഒരിക്കലും മാറ്റിവെക്കുവാൻ സാധിക്കാത്ത ഒന്നാണ്. ജീവിതത്തിൽ ഒരിക്കലും വിവാഹമേ കഴിക്കില്ല എന്ന് പറഞ്ഞ രാജാവായിരുന്നു വിഷ്ണുവർദ്ധൻ. താൻ യുദ്ധത്തിൽ മരിച്ചുപോയാൽ വിവാഹം കഴിക്കുന്ന സ്ത്രീ വിധവയായി കഴിയേണ്ടി വരുമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ന്യായം. എന്നാൽ അദ്ദേഹത്തിൻ്റെ അമ്മ അതിനെതിരായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അമ്മ അതീവ സുന്ദരിയും നർത്തകിയുമായ ശാന്തളാദേവിയെ കണ്ട് ഇഷ്ടപ്പെട്ട് വിഷ്ണുവർദ്ധന് വധുവായി നിശ്ചയിച്ചു. അതിൻ്റെ ഭാഗമായി ശാന്തളാദേവിക്ക് കൊട്ടാരത്തിൽ നൃത്തം ചെയ്യുവാനുള്ള അവസരം കൊടുത്തു. നൃത്തം കണ്ടു മോഹിച്ച വിഷ്ണുവർദ്ധൻ അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാണ് കഥകൾ പറയുന്നത്. അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന കലാവിദ്യകളുടെയും രൂപങ്ങളുടെയും എല്ലാം മാതൃക ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണാം. അതിലേറ്റവും ശ്രദ്ധേയമായത് 12-ാം നൂറ്റാണ്ടിലെ നൃത്തങ്ങളും നൃത്തരൂപങ്ങളും അവയുടെ വിവിധ മാതൃകകളുമാണ്. അതിസുന്ദരികളായ സ്ത്രീകളുടെ രൂപങ്ങൾ ക്ഷേത്രത്തിനകത്തും പുറത്തും ധാരാളമായി കാണുവാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ടതാണ് ശിലാബാലികമാർ. ഇവിടുത്തെ ഒട്ടുമിക്ക സ്ത്രീ ശില്പങ്ങൾക്കും വിഷ്ണുവർദ്ധൻ്റെ പത്നിയായ ശാന്തളാദേവിയുടെ സൗന്ദര്യമാണെന്നാണ് പറയപ്പെടുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയ്ക്ക് തൊട്ടു താഴെയുള്ള കണ്ണാടിയുമായി നിൽക്കുന്ന ഒരു സുന്ദരിയുടെ രൂപമാണ്. നൃത്തം ചെയ്തും ഗാനമാലപിച്ചും നിൽക്കുന്ന സുന്ദരിമാരുടെ ശില്പങ്ങൾ ക്ഷേത്രത്തിലെമ്പാടും കാണാം. മുകളിൽ നിന്നും നോക്കുമ്പോൾ ഒരു നക്ഷത്രത്തിൻ്റെ ആകൃതിയിലാണ് ക്ഷേത്രം കാണുക. അക്കാലത്തെ ജൈനമതത്തിൻ്റെ സ്വാധീനം ക്ഷേത്ര നിർമ്മാണത്തിൽ പലയിടത്തും കാണുവാൻ സാധിക്കും.
നിർമ്മാണത്തിനായി സ്വീകരിച്ചിരിക്കുന്ന ശൈലികളിൽ പകരം വയ്ക്കാനില്ലാത്തതാണ് ഇവിടുത്തെ തൂണുകളുടെ നിർമ്മിതികൾ. കല്ലിൽ തീർത്ത കറങ്ങുന്ന ദശാവതാര തൂണുകൾ ഇവിടെ കാണാം. ദശാവതാരം പൂർണ്ണമായും കല്ലിൽ കൊത്തിയിരിക്കുന്ന തൂണുകൾ ഇവിടുത്തെ മനോഹര കാഴ്ചയാണ്. ഒറ്റക്കല്ലിൽ കൊത്തിയിരിക്കുന്ന ജീവൻ തുടിക്കുന്ന ശില്പങ്ങളാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട പ്രത്യേകത. കല്ലിൽ കടഞ്ഞ ഈ ശില്പങ്ങൾക്ക് ഈ 21-ാം നൂറ്റാണ്ടിനെയും അതിശയിപ്പിക്കുന്ന ഫാഷൻ കാണാം. ഇതിനു വലിയ ഉദാഹരണം 64 മൂലകളും 4 പ്രവേശന കവാടങ്ങളും 48 തൂണുകളുമായാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. സ്ത്രീ ശില്പങ്ങളിലെല്ലാമായി 300-ലധികം വ്യത്യസ്തങ്ങളായ മുടിക്കെട്ടുകൾ കാണുവാൻ സാധിക്കുമത്രേ. ഇന്നും ഇവ തേടി നിരവധി ആളുകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നത്. വീണ മീടുന്ന സ്ത്രീയുടെ കയ്യിലുള്ള വീണയുടെ കമ്പി പോലും അതിസൂക്ഷ്മമായി കല്ലിൽ കൊത്തിയതാണെന്നറിയുമ്പോഴാണ് ഇവിടുത്തെ പ്രത്യേകത മനസ്സിലാവുക. ക്ഷേത്രത്തിൻ്റെ അടിത്തറയിൽ ജീവൻ തുടിക്കുന്ന 640 ആനകളുടെ ശില്പങ്ങൾ കൊത്തിയിട്ടുണ്ട്. രാമായണം, മഹാഭാരതം, പുരാണങ്ങൾ തുടങ്ങിയ ഹൈന്ദവ ഇതിഹാസങ്ങളിൽ നിന്നുള്ള രംഗങ്ങൾ ചിത്രീകരിക്കുന്ന നിരവധി ശില്പങ്ങളും ഫ്രേസുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം. സങ്കീർണമായ കൊത്തുപണികൾക്ക് അനുയോജ്യമെന്ന് കണ്ടെത്തിയതിനാൽ ഹൊയ്സാലകർ അവരുടെ ഘടനകൾക്ക് മൃദുവായ സോപ്പ് സ്റ്റോൺ ഉപയോഗിച്ചു. വിജയനഗര ശൈലിയിൽ നിർമ്മിച്ച ഗോപുരത്തോടു കൂടിയ ഒരു പ്രകാശത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം ഒരു പ്ലാറ്റ്ഫോമിൽ നിലകൊള്ളുന്നു. ഇത് ഒരു വലിയ പേടകം പോലെയാണ്. വിഷ്ണുവർദ്ധ രാജാവിൻ്റെ രാജ്ഞിയായ ശാന്തളാദേവിയാണ് വാവരങ്കയിലെ ദർപ്പണസുന്ദരി എന്ന ശില്പത്തിൻ്റെ മാതൃകയെന്ന് പറയപ്പെടുന്നു. നേരെ നോക്കിയപ്പോൾ തോന്നിയത് ഏകദേശം ഹലബിഡ് പോലെയുള്ള ക്ഷേത്രമെന്നാണ്. പക്ഷേ ഹലബിഡിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഒരു സ്വർണം പൂശിയ കൊടിമരമുണ്ട്. ഒരു 4 ഏക്കർ വിസ്തൃതിയുള്ള ചുറ്റും ഉയരമുള്ള മതിലുകളുള്ളൊരു ക്ഷേത്രവളപ്പായിരുന്നു അത്. ഇതിൻ്റെ പടിപ്പുരയും കൊടിമരവും നടവഴിയും ഒക്കെ ഒരു പുതുമ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും അകത്തേക്ക് വരുമ്പോൾ പഴമയുടെ ഗന്ധമാണ്. പുരാതന കാലത്തിൻ്റെ നേർക്കാഴ്ചയാണ്. ഹലബിഡ് പോലെ ക്ഷേത്രഭിത്തികൾ മുഴുവൻ ശില്പങ്ങളില്ല. ഭിത്തികൾ ഒരു പ്രത്യേക രീതിയിലുള്ള കൊത്തുപണികൾ കൊണ്ട് ആകർഷകമാക്കിയിരിക്കുന്നു. എടുത്തു പറയേണ്ട പ്രത്യേകത ഇവിടെ കരിങ്കൽ തൂണുകളാണ്. അപാരമായ ശില്പവൈദഗ്ധ്യം വിരിഞ്ഞ കൽത്തൂണുകൾ. ഹലബിഡുവിലെ തൂണുകളെ ഇതുമായി താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അത്ര ഗംഭീരവും സൂക്ഷ്മവുമായ കൊത്തുപണികളാണ്. നിരവധി നാഗങ്ങൾ ഇഴവിരിഞ്ഞിരിക്കുന്നത് പോലെയുള്ളൊരു തൂണ് വളരെ ആകർഷകമാണ്. അതിന് തൊട്ടടുത്ത് തന്നെ 7 തലയുള്ളൊരു നാഗവിഗ്രഹം. നാഗത്തിൻ്റെ ഉടൽ ചുരുണ്ടിരുന്നിട്ട് പത്തി വിടർത്തിയ രീതിയിലാണ് വിഗ്രഹം. 4 അടിയോളം ഉയരമുണ്ടതിന്. ചെമ്പോ പിച്ചളയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോഹസങ്കരമോ ആകാം. പത്തിയിലും ശിരസിലും അലങ്കാരങ്ങളുണ്ട്. അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനും മറ്റും തിരക്കാണ്. ഞാൻ ആ തൂണിൽ കൊത്തിയ ദേവി വിഗ്രഹത്തെ വീണ്ടും നോക്കിയിട്ട് പുറത്തേക്ക് നടന്നു. എത്ര കണ്ടിട്ടും മതി വരുന്നില്ല. ഹലബിഡുവിനുള്ളിൽ ഇരുട്ട് നിറഞ്ഞ ശാന്തതയാണെങ്കിൽ ഇവിടെ അല്പം ബഹളമയമാണ്. കുറേ സന്ദർശകരുണ്ട്. കയറി ചെല്ലുന്നത് ചെന്നകേശവ ശ്രീകോവിലിന് മുന്നിലേക്കാണ്. വലിയ ക്ഷേത്രത്തിന് ചുറ്റുമായി ചെറിയ കുറേയധികം ക്ഷേത്രങ്ങളും കാണാം. പ്രവേശന കവാടത്തിന് സമീപമാണ് പുഷ്കർണി അഥവാ ക്ഷേത്രക്കുളത്തിലേക്കുള്ള കവാടം സ്ഥിതി ചെയ്യുന്നത്. ഈ കലാസൃഷ്ടി മാത്രം മഹത്തായ ക്ഷേത്രത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് സംസാരിക്കുന്നു. കപ്പെ, ചെന്നികരായ, സൗമ്യനായകി, ആണ്ടാൾ തുടങ്ങിയ ക്ഷേത്രങ്ങളും മറ്റ് വൈഷ്ണവ ഭാവങ്ങളും ഈ പ്രധാന ക്ഷേത്രത്തിന് ചുറ്റുമുണ്ട്. ഹൊയ്സാലന്മാർ ഈ നഗരത്തെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. പിൽക്കാലത്തെ ലിഖിതങ്ങളിൽ ഇതിനെ ഭൗമിക വൈകുണ്ഠം അഥവാ വിഷ്ണുവിൻ്റെ വാസസ്ഥലം, ദക്ഷിണ വാരണാസി അഥവാ ഹിന്ദുക്കളുടെ തെക്കൻ പുണ്യനഗരം എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നു. തൊഴുത് പ്രസാദം വാങ്ങിച്ചു. ഹലബിഡുവിലെ പോലെ തന്നെ ശ്രീകോവിലിൻ്റെ മുന്നിൽ ഇരുവശങ്ങളിലുമായി ദേവീരൂപങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു. മുകൾ ഭാഗത്ത് ഇരുവശങ്ങളിലും ചിഹ്നം വിളിക്കുന്ന ആനകളുടെ രൂപങ്ങൾ കൊത്തിയിരിക്കുന്നു. മുകളിലായി ദേവീരൂപം. പുറത്തേക്കിറങ്ങുന്നത് പടിഞ്ഞാറോട്ടാണ്. ഇറങ്ങി വന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഗംഭീര കാഴ്ചയാണ്. ഒട്ടനവധി ആനകൾ വഹിക്കുന്ന ഒരു കൊട്ടാരം പോലെ വിസ്മയിപ്പിക്കുന്ന കൊത്തുപണികളുമായി ചെന്നകേശവ ക്ഷേത്രം. അതിൻ്റെ മേൽക്കൂര ഒരു ചക്രത്തിൻ്റെ പല്ലുകൾ പോലെ ത്രികോണാകൃതിയിൽ വിരിഞ്ഞു നിൽക്കുന്നു.
ഒട്ടനവധി ആനകളുടെ രൂപങ്ങൾ താഴെ തറയ്ക്ക് മുകളിൽ ഒരു നിരയായി കൊത്തിയിരിക്കുന്നു. തെക്കുവശത്ത് 4 തൂണുകളുള്ളൊരു കലാമണ്ഡപമാണ്. 20 അടിയോളം ഉയരമുണ്ടതിന്. അവിടെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചു നേരം അവിടെ പോയിരുന്നു. ഏതോ കാലത്തിൻ്റെ സ്മാരകങ്ങളായ കുറേ ചരിത്രശില്പങ്ങൾ ചുറ്റും. എത്രയോ രാജാക്കന്മാർ നടന്ന വഴിയാണ്. എത്രയോ രാജവിളംബരങ്ങളും ഉത്തരവുകളും കേട്ട ശില്പങ്ങളാണ് ചുറ്റും. ബേലൂരിലെ ചെന്നകേശവ ക്ഷേത്രത്തിന് എതിർവശത്തായി നിൽക്കുന്ന ഗരുഡൻ്റെ പ്രതിമയാണിത്. വിജയനഗര സാമ്രാജ്യകാലത്ത് ഈ പ്രതിമയും ഗരുഡസ്തംഭവും സ്ഥാപിച്ചു. വിഷ്ണുവിൻ്റെ വാഹനമാണ് ഗരുഡൻ. വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും ഗരുഡൻ്റെ പ്രതിമ കാണാം. ക്ഷേത്രക്കുളത്തിനടുത്തെത്തി. ഒരു സാധാരണ ക്ഷേത്രക്കുളത്തിൻ്റെ വലിപ്പമേ ഉള്ളൂ ഇതിനും. കല്യാണി എന്നാണ് ആ കുളത്തിൻ്റെ പേര്. പിരമിഡ് ആകൃതിയിലുള്ള സ്തൂപങ്ങൾ 2 വശത്തുമുണ്ട്. 6 അടിയിലധികം ഉയരമുള്ള ചുറ്റുമതിൽ കൊണ്ട് കുളം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സന്ദർശകർക്ക് പ്രവേശനമില്ല. നിർമ്മിതിയുടെ പ്രത്യേകത കൊണ്ട് പറഞ്ഞറിയിക്കാനാവാത്ത പ്രൗഢിയും ഭംഗിയുമാണ് ഈ ക്ഷേത്രക്കുളത്തിന്. ഇവിടെയുള്ള ഈ മനോഹര ശില്പങ്ങളും ആക്രമിക്കപ്പെട്ടതായിരിക്കാം, മോഷ്ടിക്കാൻ ശ്രമിക്കപ്പെട്ടതായിരിക്കാം. അതെ എന്നാണ് ചരിത്രം പറയുന്നത്. കൽമണ്ഡപത്തിൻ്റെ അപ്പുറത്ത് പടിഞ്ഞാറ് വശത്തായി ഒരു ചെറിയ ക്ഷേത്രമുണ്ട്, വീരനാരായണ ക്ഷേത്രം. ഭിത്തികളിൽ വൈഷ്ണവ ശൈവ സങ്കല്പങ്ങളും പാർവതി, സരസ്വതി, ബ്രഹ്മാവ്, ഭൈരവൻ, മഹിഷാസുരമർത്തിനി എന്നീ ദേവീ ദേവന്മാരുടെ രൂപങ്ങളും ഭഗതത്തിനുമായുള്ള ഭീമന്റെ മല്ലയുദ്ധത്തിൻ്റെ രംഗവും കൊത്തിയിരിക്കുന്നു. വടക്കുവശത്തേക്ക് നീങ്ങി ക്ഷേത്രക്കുളത്തിന് നേർക്ക് നടന്നു പാതി വഴി എത്തുമ്പോൾ ക്ഷേത്രം മുഴുവനായും വടക്കു നിന്ന് കാണാം. സന്ദർശകർ നടപ്പാതയിലൂടെ നടന്ന് ഈ ദൃശ്യവിസ്മയത്തിന് സാക്ഷികളാകുന്നു. വിദേശീയരും ഗൈഡുകളും അടങ്ങുന്ന സംഘങ്ങൾ വന്നുകൊണ്ടിരുന്നു. നേർത്ത മഴ പെയ്തു തുടങ്ങി. സന്ധ്യയാകുന്നു. തിരിച്ചു പോകുവാൻ സമയമായി. മുൻപിലെത്തി ഒന്നുകൂടി തൊഴുതു വണങ്ങി. ഇനി ഇങ്ങോട്ട് വരാൻ അവസരമുണ്ടാകുമോ എന്നറിയില്ല. തിരിച്ചിറങ്ങുമ്പോൾ പടിപ്പുരയിൽ എത്തുന്നതിന് മുമ്പ് ഒന്നുകൂടി ആ ശില്പവിസ്മയത്തെ തിരിഞ്ഞു നോക്കി. കൽമണ്ഡപത്തിനും ഒറ്റക്കൽ തൂണിനും ശില്പങ്ങൾക്കുമെല്ലാം സന്ധ്യ കുങ്കുമം തൂവിയതുപോലെ. ഈ മഴയിൽ കുങ്കുമമലിഞ്ഞ് ശില്പങ്ങളെ അരുണാഭമാകട്ടെ. ഇവയെല്ലാം അനശ്വരമായി തന്നെ നിലനിൽക്കട്ടെ. എന്തായാലും ഈ ദിവസം ധന്യമായി. ഓർമ്മയുടെ ചെപ്പിലേക്ക് ഒരു മുത്തുകൂടി. തിരിച്ചു പോവുകയാണ്. പിന്നിൽ ബേലൂർ ക്ഷേത്രത്തിൻ്റെ പടിപ്പുര അകന്നു മറയുന്നു. സൈനിങ് ഓഫ് പവിയാനന്ദ് ഫ്രം ഹൈറേഞ്ച് ഡയറീസ്.